ഗണ്ണേഴ്സിന്റെ ഗബ്രിയേൽ മെഗാലിൻസിന്റെ ആ അഞ്ചാം കിക്ക് ബാറിന് മുകളിലൂടെ ബുദാപെസ്റ്റിലെ പുസ്കാസ് അരീനയിലെ ഗാലറിയിലേക്ക് പതിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ഓരോ PSG ആരാധകരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നിരിക്കും. ആ പുൽമൈതാനത്ത് ഹക്കീമിയും മെൻഡസും ഡെംബലയും ഡുവയും രണ്ടാം ചാമ്പ്യൻസ് ലീഗ് നേട്ടം മതിമറന്നാഘോഷിക്കുമ്പോൾ കോച്ച് ലൂയിസ് എൻറിക്കയുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരിക്കൽ കൂടി 11 വർഷങ്ങൾക്ക് മുൻപത്തെ ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്ക് സഞ്ചരിച്ചിരുന്നിരിക്കണം. 2015 ജൂൺ 6 ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വിജയം അയാൾ ആഘോഷിച്ചത് സാക്ഷാൽ ലയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനും നെയ്മർക്കും ആന്ദ്രേ ഇനിയസ്റ്റയ്ക്കും സാവിക്കും സെർജിയോ ബുസ്കറ്റ്സിനുമെല്ലാം ഒപ്പമായിരുന്നു. അന്നൊരു 6 വയസ്സുകാരി കുട്ടിക്കുറുമ്പിയും ആ ആഘോഷത്തിൽ എൻറിക്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ വിജയത്തിന് 4 വർഷങ്ങൾക്കിപ്പുറം എൻറിക്കയെ കണ്ണീരാഴങ്ങളിലേക്ക് തള്ളിയിട്ട് ഈ ലോകം തന്നെ വിട്ടുപോയ സന മാർട്ടിനസ്, അയാളുടെ ഇളയ മകൾ, ഇന്നത്തെ 27-കാരൻ പാച്ചോ മാർട്ടിനസിന്റെയും 26-കാരി സിറ മാർട്ടിനസിന്റെയും കുഞ്ഞനുജത്തി. കഴിഞ്ഞ ദിവസം ബുദാപെസ്റ്റിലെ ആകാശത്തിരുന്ന് അവളും PSG-യുടെ വിജയം ആഘോഷിച്ചിരുന്നിരിക്കണം. ബെർലിനിൽ ബാഴ്സയുടെ കിരീട വിജയം അച്ഛനൊപ്പം ആഘോഷിക്കുന്ന സനയുടെ ചിത്രങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്ന് സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്ത് ബാഴ്സലോണയുടെ കൊടിയുമെടുത്ത് അവൾ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. സനയും എൻറിക്കയും ചേർന്ന് ബാഴ്സയുടെ ആ കൊടി ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്ത് കുത്തി നിർത്തുന്ന ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ മനോഹരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. ലൂയിസ് എൻറിക്കയ്ക്കും ഭാര്യ എലേനെ കുല്ലലിനും രണ്ടാമത്തെ കുട്ടിക്ക് ശേഷം 9 വർഷം കഴിഞ്ഞാണ് സന ജനിക്കുന്നത്. കോച്ചിങ് കരിയറിലേക്ക് അക്കാലത്ത് എൻറിക്ക കാലെടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാഴ്സലോണയുടെ B ടീമിനെയും പിന്നീട് റോമയെയും പരിശീലിപ്പിച്ച അദ്ദേഹം റെലഗേഷൻ സോണിൽ കിടന്ന സ്പാനിഷ് ക്ലബ് സെൽറ്റ വിഗോയെ 9ാം സ്ഥാനത്തെത്തിച്ചതോടെയാണ് ശ്രദ്ധേയനാവുന്നത്. ആ സീസണിൽ റയൽ മാഡ്രിഡിനെ 2-0 തോൽപ്പിച്ച സെൽറ്റയുടെ പ്രകടനം ലൂയിസ് എൻറിക്ക എന്ന പരിശീലകനെ അടയാളപ്പെടുത്തി. പിന്നീടാണ് ബാഴ്സയിലേക്കും സ്പാനിഷ് ദേശീയ ടീമിന്റെ പരിശീലക കുപ്പായത്തിലേക്കും അദ്ദേഹം എത്തുന്നത്. 2019 സ്പാനിഷ് പരിശീലകനായിരിക്കെ പെട്ടെന്നൊരു ദിവസം എൻറിക്ക തന്റെ ഫുട്ബോൾ ഇടങ്ങളിൽ നിന്നെല്ലാം അപ്രത്യക്ഷനായി. വാർത്താ സമ്മേളനങ്ങളിലോ എന്തിന് ടീമിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടുകളിലോ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലെ എന്തോ അടിയന്തര സാഹചര്യമാണ് അതിനു പിന്നിലെന്ന അഭ്യൂഹം പരന്നു. പിന്നാലെ 2019 ജൂണിൽ തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹം സ്പാനിഷ് ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചു. 2 മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റിൽ തന്റെ പ്രിയപ്പെട്ട സനയുടെ മരണവാർത്ത അദ്ദേഹം ലോകത്തോട് പങ്കുവച്ചു. ഓസ്റ്റിയോസാർക്കോമ എന്ന അത്യപൂർവമായ ബോൺ ക്യാൻസർ ആയിരുന്നു സനയ്ക്കെന്ന് ലോകം അറിയുന്നത് അപ്പോഴായിരുന്നു. അവസാനം വരെ അവൾക്കൊപ്പം ഉണ്ടാവാനാണ് അയാൾ തന്റെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം അകന്നത്. സനയുടെ മരണം തളർത്തിയ എൻറിക്ക ഒരു ഇടവേളയ്ക്ക് ശേഷം സ്പാനിഷ് ദേശീയ ടീമിന്റെ പരിശീലകനായി തിരിച്ചെത്തി. 2020 യൂറോ കപ്പിൽ ടീം സെമി ഫൈനൽ വരെ എത്തി. പിന്നീട് 2022 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ മൊറോക്കോയോട് ഷൂട്ടൌട്ടിൽ തോറ്റ സ്പാനിഷ് സംഘം മടങ്ങിയതിന് പിന്നാലെ അദ്ദേഹം പരിശീലക സ്ഥാനം രാജിവെച്ചു. എൻറിക്കയുടെ തന്ത്രങ്ങളെ വിശ്വസിച്ച് തൊട്ടടുത്ത വർഷം പാരീസിലേക്ക് അദ്ദേഹത്തിന് PSG-യുടെ ക്ഷണമെത്തി. സൂപ്പർ സ്റ്റാറുകൾ തിങ്ങി നിറഞ്ഞ PSG-യിൽ ആ സ്റ്റാർ സംസ്കാരത്തെ പൊളിച്ചെഴുതുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. മെസ്സിയും നെയ്മറും എല്ലാം ടീം വിട്ടു. പിന്നാലെ എംബാപ്പയും. അപ്പോഴെല്ലാം ഫ്രഞ്ച് ലീഗിൽ നേട്ടങ്ങൾ ഓരോന്ന് സ്വന്തമാക്കുമ്പോഴും ചാമ്പ്യൻസ് ലീഗ് എന്ന ബാലിയേറാമല എൻറിക്കയെ നോക്കി പല്ലിളിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ എതിരാളികളും. ചാമ്പ്യൻസ് ലീഗ് നേടാൻ തനിക്കൊരു സൂപ്പർ താരത്തിന്റെയും സാന്നിധ്യം ആവശ്യമില്ലെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വന്തം കഴിവിലുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമായിരുന്നുവെന്ന് ഫുട്ബോൾ ലോകം വൈകാതെ അറിഞ്ഞു. സൂപ്പർ സ്റ്റാർ സംസ്കാരം അപ്പാടെ ഉടച്ചുവാർത്ത് അദ്ദേഹം PSG-യെ വിജയതൃഷ്ണയുള്ളവരുടെ ഒരു സംഘമാക്കി മാറ്റി. ഫലമോ 2025 മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെ 5-0 നിഷ്പ്രഭമാക്കി ഡൊണ്ണരുമയും ഹക്കീമിയും മാർക്കിന്യോസും വിറ്റിഞ്ഞയും ജാവോ നെവസും ഫാബിയൻ റൂയിസും ഡെംബലയുമെല്ലാം അടങ്ങിയ PSG സംഘം തങ്ങളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടമുയർത്തി. അന്ന് PSG-യുടെ ജേഴ്സി അണിഞ്ഞ് PSG പതാക മൈതാനത്ത് നാട്ടുന്ന സനയുടെയും എൻറിക്കയുടെയും ചിത്രമടങ്ങിയ ഒരു വമ്പൻ ടിഫോ ആരാധകർ ഗ്യാലറിയിൽ ഉയർത്തി. സനയുടെ ഓർമ്മകളില്ലാതെ അയാൾക്ക് ആ വിജയം ആഘോഷിക്കാനാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ആഴ്സണലിനെതിരായ ഫൈനലിന് PSG ക്യാപ്റ്റൻ മാർക്കിന്യോസ് കയ്യിൽ കരുതിയ പെന്നൻ ഫ്ലാഗിൽ ആലേഖനം ചെയ്തിരുന്നതും എൻറിക്കയുടെയും സനയുടെയും ചിത്രമായിരുന്നു എന്നതും ക്ലബും താരങ്ങളും തങ്ങളുടെ പരിശീലകന് നൽകുന്ന സ്നേഹം എത്രമാത്രമുണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു. നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും, എന്നാൽ ഭാവിയിൽ ഒരു ദിവസം ഞങ്ങൾ നിന്നെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ എല്ലാ ദിവസവും നിന്നെ ഓർക്കും. ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്ന നക്ഷത്രമായിരിക്കും നീ.
6 വർഷം മുൻപ് സനയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് എൻറിക്വ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഇതെല്ലാം കണ്ട് പുസ്കാസ് അരീനയുടെ ആകാശത്ത് അവൾ ഉണ്ടായിരുന്നിരിക്കണം. അവിടെ നിന്ന് ഒരു ചെറു പുഞ്ചിരി അവൾ അയാൾക്ക് കൈമാറിയിരുന്നിരിക്കണം.